ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇപ്പോൾ അനുമോളും നെവിനും തമ്മിലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്. ഫൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വാക്തർക്കം, ഒരു ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് ജയിക്കാതിരിക്കാൻ വേണ്ടി 9 കോയിൻസ് ആര്യൻ എടുത്ത് നെവിൻ കൊടുത്തിരുന്നു. എന്നിട്ട് നെവിൻ പറഞ്ഞൊരു കാര്യം, കർമ്മബലം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അത് അനുമോളും നൂറയും കൂടി നെവിനെ നോമിനേറ്റ് ചെയ്തത് കൊണ്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആ ഒരു ചുരുക്കിന് പുറത്ത് നെവിൻ ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. എനിക്ക് നെവിനോട് പറയാനുള്ളത്, നെവിൻ ഇതേ അനുമോളെ പേടിച്ചാണ് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് അന്ന് ഓടിയത്. അനുമോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ ഓടിയത്. എന്നിട്ട് നെവിൻ ബിഗ് ബോസിന്റെ കയ്യെ കാലെ പിടിച്ച് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാലും, അങ്ങനെ അത്രയും വലിയൊരു ആനമണ്ടത്രം അന്ന് കാണിച്ച സെയിം പ്ലെയർ ആണ് ഇന്ന് അനുമോൾ ജയിക്കരുത് എന്ന് പറഞ്ഞിട്ട് 9 കോയിൻ എടുത്ത് ആര്യന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയ അനുമോള് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഈ 9 പോയിന്റ്സ് തന്ന സാധനം ഡിസേർവിംഗ് അല്ല, നീ നിന്ന് തെണ്ടിയിട്ടാണ്, നീ തായോ എന്ന് പറഞ്ഞ് തെണ്ടിയിട്ടാണ് എല്ലാരും തന്നത് എന്നുള്ളൊരു അനുമോള് ലൈറ്റായിട്ട് പ്രാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് നെവിൻ അനുമോള് ജയിക്കരുത് എന്നുള്ളൊരു കാര്യം അങ്ങനെ പറഞ്ഞപ്പോഴാണ് അനുമോള് പറഞ്ഞത്. അതുകൊണ്ട് അതവിടെ വെട്ടിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട്, അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, 9 കോയിൻസ് അവൻ നിന്നേക്കാൾ അർഹിക്കുന്നുണ്ട്, അവൻ ഡിസേർവിംഗ് ആയിരുന്നു, അതുകൊണ്ട് അവന് ഞാൻ കൊടുത്തു, അവൻ ജയിച്ചു എന്ന് നെവിൻ പറയുന്നുണ്ട്. ഞാൻ എന്റെ രീതിയിലുള്ള എന്റെ ഗെയിം കളിച്ചു എന്ന് നെവിൻ പറയുന്നുണ്ട്. നെവിന്റെ ഗെയിം അത് നല്ലൊരു ഗെയിം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ഗെയിം ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അനുമോള് ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് ആര്യൻ ജയിച്ചു. ഒരു നല്ല ഗെയിമാണോ എന്ന് ചോദിച്ചാൽ അതിഗംഭീരമായിട്ടുള്ള ഗെയിം തന്നെയാണ്. പക്ഷെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ അനുമോളാണ് കുറെ കൂടി നന്നായിട്ട് പെർഫോം ചെയ്തത് എന്ന് പറയേണ്ടി വരും. അത് ഓവർ ആവേണ്ട സ്ഥലത്ത് ഓവർ ആക്കിയും അല്ലാത്ത സ്ഥലത്ത് ആ രീതിയിലും അനുമോള് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. ആര്യന്റെ കാര്യം പറയാനാണെങ്കിൽ, ആര്യൻ അനുമോളുടെ അത്ര ഒരു എനർജി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ആര്യൻ നല്ലപോലെ തന്നെ ചെയ്തു, പക്ഷെ അനുമോളുടെ അത്ര ആ ഒരു എനർജിയോ അനുമോളുടെ ആ ഒരു പരിപാടികളോ ഒന്നും അത്ര ആ ഒരു ലെവലിലേക്ക് ആര്യൻ വന്നിട്ടില്ല എന്ന് ഒരു ചെറിയൊരു തോന്നൽ എനിക്കുണ്ട്. അത് ഈ 2 ദിവസത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലൈവിലാണ് ഞാൻ 2 പേരുടെയും പെർഫോമൻസ് കണ്ടത്, എപ്പിസോഡിലും കണ്ടിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അനുമോൾ ഒരു പടി മുകളിൽ നിൽപ്പുണ്ട്. നെവിൻ ഇങ്ങനെ ഒരു ഗെയിം കളിച്ച് അനുമോളെ തോൽപ്പിച്ചു. അപ്പൊ അതിന്റെ ഇതായിട്ടുള്ള ഒരു ഫൈറ്റ് ഇപ്പോൾ ലൈവിനകത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.